മകന് പറ്റിയ അമ്മയും അമ്മയ്ക്ക് പറ്റിയ മകനും. എന്തു വേണേലും ചെയ്യട്ടെ. അവർക്ക് പറ്റാവുന്ന തരത്തിലൊക്കെ അവർ ശ്രമിച്ചോട്ടെ. 7-ാം തീയതിക്ക് മുമ്പ് ഞാൻ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ നേരിടാനുള്ള ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞാനിപ്പോ. സൂക്ഷിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ദേവിക കല്യാണം കഴിഞ്ഞ അതിനർത്ഥം ശരത്ത് തോറ്റുന്ന. അവന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അടിയാ ഈ കല്യാണം. അപ്പോ എന്ത് വില കൊടുത്തും ഈ കല്യാണം നമ്മൾ നടത്തണം. നടത്താതിരിക്കാൻ അവനും നടത്താൻ നമ്മളും. ആ ഒരു വാശിയിൽ വേണം എല്ലാം നോക്കിക്കാണാൻ. നമുക്കവനെ തോൽപ്പിക്കുകയല്ലേ വേണ്ടത്. അതിന് കല്യാണം നടക്കണം ദേവികെ. കല്യാണം നടക്കും മാഡം. അതിനൊരിക്കലും ഒരു തടസ്സം ഉണ്ടാവില്ല. എന്നുവെച്ച് അവനെ പേടിച്ച് വല്ല മാളത്തിൽ ഒളിക്കാനൊന്നും എന്നെ കൊണ്ടുപോയി. ചെയ്യാന്നൊക്കെ അവൻ ചെയ്യട്ടെ, ഞാനത് നേരിടും. എന്ത് സഹായത്തിനും ഞാനുണ്ടാവും കൂടെ. വിളിച്ചാൽ മതി. ശരി സാർ, താങ്ക് യു. എന്താടി, എന്തിനാ കാണണോന്ന് പറഞ്ഞത്? ഒരു കൺഫ്യൂഷൻ. ഈ ലാസ്റ്റ് മിനിറ്റിലോ? വേറൊന്നുമില്ല. തങ്കച്ചിയെ നമുക്ക് അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അല്ല, അവര് അവസാന നിമിഷം കാലം മാറിയാലോ? അങ്ങനെ ചെയ്യൂ? സിദ്ധുവിനൊരടി കൊടുക്കേണ്ടത് അവരുടെയും കൂടെ ആവശ്യമല്ലേ? അതൊക്കെ ശരിയാ. എന്നാലും അവര് പിന്മാറി എന്ത് ചെയ്യും? സോറി എന്ന് പറഞ്ഞ് അവര് കൈ മലർത്തിയ പെടുന്നത് നമ്മളായിരിക്കും. ഇത്രത്തോളം കടന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. രണ്ടുപേരും അത്യാവശ്യക്കാരായതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചെ. നമ്മളെല്ലാ വശവും ചിന്തിക്കണ്ടേ റൂബി? കല്യാണം ഒരു കാരണവശാലും നടക്കരുത്. നടക്കാതിരുന്നാലല്ലേ അതുകൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടാവൂ. അത് ശരിയാ. അപ്പോ എന്ത് ചെയ്യാന്ന് നീ പറയുന്നേ? ഒരു പ്ലാൻ ബി തയ്യാറാക്കണം. എന്തെങ്കിലും കാരണവശാൽ അവസാന നിമിഷം തങ്കച്ചി പിന്മാറിയാലും നമ്മൾ നിശ്ചയിച്ചതുപോലെ തന്നെയെല്ലാം നടക്കണം. പ്ലാൻ ബി. അത് നല്ലത് തന്നെയാ. പക്ഷെ അത് എന്താണെന്നാ? എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. പ്രേമിച്ചിയെ ഞാൻ ചാവേറാക്കും. എന്നുവെച്ചാ? പ്രേമിച്ചി കല്യാണം കലക്കും. അതിനവർക്ക് പറ്റൂ? സ്വന്തം അനിയന്റെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെയാ പറ്റൂന്ന് പറഞ്ഞത്. അവര് വിചാരിച്ച പലതും നടക്കും. ഒന്ന് നീ ഓർക്കണം, ദേവികയെ ഇഷ്ടമില്ലാത്തവരുടെ കൂട്ടത്തിലെ 1-ാം പേരുകാരിയ പ്രേമിച്ചി. ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടങ്ങി പോണോന്നാ അവർക്ക്. ഇപ്പോഴും ഞാനൊന്ന് എസ് മൂളിയ എന്തും ചെയ്യാൻ തയ്യാറായിട്ടാ പ്രേമിച്ച് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരെ തന്നെ ഉപയോഗിക്കാം. അപ്പൊ ഒരു വഴി കൂടി തങ്കച്ചി, മറ്റൊരു വഴി കൂടി പ്രേമേച്ചി. 2 പ്ലാനും കൊണ്ടാ നീ 7-ാം തീയതി ഫേസ് ചെയ്യാൻ പോകുന്നത്. അതെ, ഒന്ന് പാളിയ മറ്റൊന്ന്. ഏതെങ്കിലും ഒന്ന് വിജയിച്ചിരിക്കും, കല്യാണം മുടങ്ങിയിരിക്കും. അത് മതി, ബാക്കി നമുക്ക് അപ്പം ആലോചിക്കാം. എന്തൊരു ഗതികേടാ എൻ്റെ അല്ലേ? ഒരു കല്യാണം മുടക്കിയിട്ട് വേണം എനിക്ക് കെട്ടാൻ. അങ്ങനെയൊന്നും നീ ഇപ്പൊ ചിന്തിക്കണ്ട. തൽക്കാലം നേട്ടങ്ങളിൽ മാത്രം നീ ഇപ്പൊ വിശ്വസിക്കും. സിദ്ധു നിനക്കുള്ളതാ, അല്ലാതെ എവിടുന്നോ കയറി വന്ന ദേവികയ്ക്കുള്ളതല്ല. അത് സ്വയം വിശ്വസിപ്പിക്കാൻ പറ്റിയ പിന്നെ ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല.